സന്തോഷത്തോടെ ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. സ്വർഗം വരെ സ്വരം ഉയരട്ടെ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ തിരുവചനത്തിൽ യേശുവും അപ്പോസ്തലന്മാരും ഒരുമിച്ച് നിൽക്കുമ്പോൾ യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ വയലുകളിലേക്ക് നോക്കാൻ യേശു ആവശ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവർ വയലുകളിൽ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഗുരു, ഈ വയലുകളിൽ ഇപ്പോൾ കൊയ്ത്തിന് പാകമായിട്ടില്ല, ഇപ്പൊ അത് വിളഞ്ഞ് അതിന് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. പതിരല്ല, പകരം ഒരു പാല് പോലത്തെ പരുവത്തിലാണ് ഇപ്പോൾ ഈ കതിരുകൾ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉടനെ യേശു വയലുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യേശു പറഞ്ഞ വചനം ഇതാണ്, യോഹന്നാന് ശേഷം 4-ാമത്തെ അധ്യായത്തിൽ, ഇവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലന്മാർ നോക്കിയപ്പോൾ വിളഞ്ഞ് കൊയ്ത്തിന് പാകമാകാത്ത പാല് പോലത്തുള്ള കതിരും, എന്നാൽ യേശു നോക്കിക്കഴിഞ്ഞപ്പോൾ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്ന, ഇപ്പോൾ തന്നെ കൊയ്ത്തിന് പാകമായിരിക്കുന്ന കതിരുകളുമാണ് യേശു കാണാനിടയായത്. ഹല്ലേലൂയ. ഇതെന്താ പറയപ്പെട്ടത്? ഇങ്ങനെ സംഭവിക്കാൻ കാരണം, അപ്പോസ്തലന്മാർ നോക്കുമ്പോൾ കൊയ്ത്തിന് പാകമാകാത്തതും യേശു നോക്കുമ്പോൾ കൊയ്ത്തിന് പാകം കഴിഞ്ഞതുമായി കാണാൻ എന്താണ് കാരണം? അതിന് കാരണം, അതിന് തൊട്ടു മുകളിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്, യേശു കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കി. പ്രൈസ് ദി ലോർഡ്. യേശു എങ്ങനെ നോക്കി? കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കി. എന്നിട്ട് അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞു, അല്ലയോ ശിഷ്യന്മാരെ, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവേൻ, അപ്പോൾ നിങ്ങൾ വിളഞ്ഞ് കൊയ്ത്തിന് ഭാഗമായിരിക്കുന്ന കതിരുകൾ കാണും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ. നിങ്ങൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന്, നിങ്ങൾ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ രോഗപീഠയിൽ നിന്ന്, ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന്, മക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നിന്ന്, മദ്യപാനത്തിന്റെ കെട്ടിൽ നിന്ന്, വീട്ടുപണിക്ക് ഉള്ള തടസ്സത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ബൈബിളിൽ മുഴുവൻ യേശുവിന്റെ നോട്ടത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത്, മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശു ചെയ്ത കാര്യം എന്താ? ആ 5 അപ്പവും 2 മീനും യേശു കരങ്ങളിൽ എടുത്തതിന് ശേഷം യേശു കണ്ണുകൾ ഉയർത്തി നോക്കി. അവിടെയാണ് അത്ഭുതം നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ലാസറിന്റെ കുഴിമാടത്തിങ്കൽ യേശു പോയി നിന്നു. ലാസറിന്റെ കുഴിമാടത്തിങ്കൽ യേശു പോയി നിന്നു. അവരോട് സഹതപിച്ചു, മർത്തായെയും മറിയയെയും ആശ്വസിപ്പിച്ചു. അതിനുശേഷം യേശു പറഞ്ഞു, കല്ല് മാറ്റാൻ പറഞ്ഞു. അതിനുശേഷം യേശു ചെയ്തൊരു കുഞ്ഞു കാര്യം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിതാണ്, അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നോക്കിയപ്പോൾ കാണുന്നത് ലാസറിന്റെ ചീഞ്ഞഴുകിയ ശരീരമല്ല. യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത്, ഇതാ ഉയർത്തെഴുന്നേൽക്കുന്ന, വീണ്ടും ജീവൻ പ്രാപിക്കുന്ന ലാസറിനെയാണ് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത്. എന്നാൽ കൂട്ടത്തിലുള്ള നോക്കിയപ്പോൾ കല്ലറയും ചീഞ്ഞഴുകിയ ലാസറിന്റെ ശരീരമാണ് അവർ ഭാവനയിൽ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനപ്രകാരം ദൈവമക്കളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ എപ്പോഴും കണ്ണുകൾ ഉയർത്തി നോക്കുന്ന വ്യക്തികളായിട്ട് മാറ്റപ്പെടണം. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾ അത്യുന്നതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ. അങ്ങനെ കണ്ണുകൾ ഉയർത്തുമ്പോൾ നിങ്ങൾക്കുള്ള ശക്തി അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. വലതുകരം നിർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളെ നോക്കുന്നത് പോലെ കണ്ണുകൾ ഉയർത്തി അവിടുത്തെ നോക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെ പ്രത്യാശയിൽ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. ഹല്ലേലൂയ. 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 ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ബൈബിളിൽ കണ്ടുവന്ന കഥാപാത്രം യാക്കോബ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. അദ്ദേഹം 14 വർഷത്തോളമായി ലാബാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമത്തത്തിന്റെ കീഴിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാബാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ വഞ്ചിച്ചു, ചതിച്ചു. പല പ്രാവശ്യം ആടുമാടുകളുടെ ഇടപാടുകളിൽ ചതി കാണിച്ചു, വഞ്ചന കാണിച്ചു.
അങ്ങനെ യാക്കോബ് മടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, യാക്കോബേ, നീ എന്തിനാ വിഷമിക്കണത്? നീ എന്തിനാണ് ലാബാന്റെ വിഷമത്തിലേക്ക് നീ നോക്കണത്? നീ എന്തിനാണ് ആടുമാടുകൾ ഇല്ലാത്തതിനെ കുറിച്ച് ദുഃഖിക്കുന്നത്? നീ തല ഉയർത്തി നോക്കുക, നീ കണ്ണുകൾ ഉയർത്തി നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അങ്ങനെ യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് ഏതാനും നാളുകൾക്ക് അപ്പുറം അവൻ ഉണ്ടാകാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയാണ് യാക്കോബ് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഉൽപ്പത്തി 31:12, യാക്കോബെ നീ സംഭ്രമിക്കേണ്ട, യാക്കോബെ നീ ഭയപ്പെടേണ്ട. ലാബാൻ നിനക്കെതിരെ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിനക്കെതിരെ ചെയ്യുന്ന ഓരോ അനർത്ഥവും, നിനക്കെതിരെ വരുന്ന ഓരോ അനർത്ഥവും, നിനക്കെതിരെ വരുന്ന ഓരോ തിന്മയും, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ കാണുന്നുണ്ട്. നീ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണെടുത്ത് ദൈവത്തിലേക്ക് നോക്കാൻ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാ സമയവും ദൈവത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച്, ദൈവത്തിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ച് ഒരു ദൈവവേദത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങൾ പോലും ദൈവം വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പാലക്കാട് രൂപത്തിലുള്ള FCC കോൺഗ്രേഷൻപ്പെട്ട ഒരു സിസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞൊരു അനുഭവ സാക്ഷ്യം, ആ സിസ്റ്റർ ഇവിടെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പറഞ്ഞത് ഇപ്രകാരമാണ്. ആ സിസ്റ്റർ ഒരു ദിവസം രാത്രിയിൽ പ്രാർത്ഥിച്ച് ധാരാളം ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ആത്മീയ ദർശനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സിസ്റ്ററിന് വെളിപ്പെടുത്തി കൊടുത്തു. സിസ്റ്റർ കണ്ട ആത്മീയ ദർശനം ഇതാണ്: ഈ സിസ്റ്ററിന്റെ കയ്യിൽ ഒരു മൂർഖൻ പാമ്പ് ചുറ്റുന്നു. ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ആത്മീയ ദർശനം ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുത്തു. ഈ സിസ്റ്റർ പേടിച്ച് എഴുന്നേറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആ കോൺവെന്റിലുള്ള വളരെ പ്രായമുള്ള ഒരു സിസ്റ്ററിന്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റർ ദർശനത്തിൽ ഈ പാമ്പിനെ കണ്ടതിന് പുറകെ കണ്ട് മറ്റൊരു കാര്യം ആ സിസ്റ്ററിനോട് വെളിപ്പെടുത്തിയതാണ്. ഇങ്ങനെ കയ്യിൽ പാമ്പ് ചുറ്റിയ സമയത്ത് പരിശുദ്ധ അമ്മ ഒരു മടി കൊണ്ട് ഈ പാമ്പിന്റെ തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ അടിക്കണതായിട്ടും കൂടെ ഈ സിസ്റ്റർ ദർശനത്തിൽ കണ്ടു. ഉടനെ ഈ കണ്ട ദർശനം, ഈ ആത്മീയ സന്ദേശം, ഈ വെളിപ്പെടുത്തൽ ഈ പ്രായമുള്ള സിസ്റ്ററിനോട് പങ്കുവെച്ചു. അപ്പോൾ ആ സിസ്റ്റർ ഈ സിസ്റ്ററിനോട് പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മ വഴി സഹോദരിയെ ശരിക്കും ശക്തിപ്പെടുത്തും, എന്ത് അനർത്ഥം ഉണ്ടായാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് സിസ്റ്ററിനെ ശക്തിപ്പെടുത്തി ധൈര്യമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂർ ഭാഗത്താണ് ഒരു പള്ളിയിലാണ് ആ സഹോദരി ജോലി ചെയ്യണത്. ഈ സഹോദരി ഒരു ദിവസം വൈകുന്നേരം 5 മണിയായ സമയത്ത് മോട്ടർ അടിക്കാൻ വേണ്ടി മോട്ടോർ പുരയിലേക്ക് പോയി. അങ്ങനെ മോട്ടർ അടിക്കാൻ വേണ്ടി മോട്ടോർ പുരയിലേക്ക് ചെന്ന് ആ സിസ്റ്റേഴ്സ് പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു ചെരുവുണ്ട്. ആ ചെരുവിൻ്റെ അപ്പുറത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് ഇങ്ങനെ ചെരുവിൽ പിടിച്ചിറങ്ങണം. അങ്ങനെ പിടിച്ച് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ പിന്നെ കുന്നിൽ പിടിച്ചുകൊണ്ട് വേണം മോട്ടറിന് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ ഒപ്പം ആ കോൺവെന്റിന് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ചില കുഞ്ഞുങ്ങൾ താമസിക്കുന്നുണ്ട്. ആ ഒരു കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഈ സിസ്റ്റർ പോണത്. അങ്ങനെ സിസ്റ്റർ ചെന്ന് ഈ ചെരുവിലൂടെ ഇറങ്ങി കുളത്തിന്റെ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, കുളത്തിലേക്ക് പടിയിലേക്ക് ഇറങ്ങി. അങ്ങനെ പടിയിലേക്ക് ഇറങ്ങി നിന്ന് സിസ്റ്റർ മൺതിട്ടയിൽ ഈ കൈ പിടിച്ചുകൊണ്ട്, ഇടത്തെ കൈ പിടിച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് മോട്ടറിന്റെ സ്വിച്ച് ഇടാനായിട്ട് അങ്ങോട്ട് കൈ നീട്ടുകയും ഒരു മൂർഖൻ പാമ്പ് ശരിക്കും ഈ സിസ്റ്ററിന്റെ കയ്യിൽ അങ്ങോട്ട് കയറി ചുറ്റി എന്നിട്ട് ഇങ്ങനെ പത്തി വിരിച്ച് സിസ്റ്റർ നേരെ നിൽക്കുകയാണ്. സിസ്റ്റർ പരിശുദ്ധ അമ്മേന്ന് വിളിച്ചോണ്ട് ഒറ്റ നിലവിളിയും ഒരു കുടച്ചിലും. എന്നിട്ട് പ്രിയ സഹോദരങ്ങളെ, ആ പാമ്പ് തെറിച്ച് അവിടേക്ക് വീണു. സിസ്റ്റർ പെട്ടെന്ന് മുകളിലേക്ക് കയറി സിസ്റ്റർ ബോധം കെട്ട് അവിടെ വീണു. ഈ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും ബുദ്ധിയില്ലാത്ത ഈ കുഞ്ഞിന് ഈ സിസ്റ്റർ ഇങ്ങനെ കിടക്കണ കണ്ടു. കുഞ്ഞ് ഇതിലേക്ക് നോക്കി ഇങ്ങനെ നടന്നു. 1 മണിക്കൂറായിട്ട് സിസ്റ്റർ അവിടെ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ഈ കുട്ടി വീണ്ടും കോൺവെന്റിലേക്ക് കയറി ചെന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് കോൺവെന്റ് ചേർന്ന് അവിടെ ചെന്ന് സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഒരു സിസ്റ്റർ അവിടെ താഴെ പാമ്പുകടി ഏറ്റ് കിടപ്പുണ്ടെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റേഴ്സിലും ഓടി വന്ന് നോക്കുമ്പോൾ സിസ്റ്റർ യാതൊരു കുഴപ്പവുമില്ലാതെ അവിടെ വളരെ ശാന്തമായിട്ട് ആ മയക്കത്തിൽ ആ തളർച്ചയിൽ സിസ്റ്റർ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭയത്തിന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം പോലും വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമ്മതിക്കില്ല. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. അതാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 34:7, ദൈവഭക്തരുടെ ഭവനങ്ങൾക്ക് ചുറ്റും ദൈവദൂതന്മാർ കാവലടിച്ച് അവരെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോഷുവ പ്രവാചകന്റെ പുസ്തകം അതിന് 5-ാമത്തെ അധ്യായം 1 മുതൽ തിരുവചനങ്ങളിൽ ഇതുപോലെ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ആ സംഭവം ഇപ്രകാരമാണ്: ജെറീക്കോ കോട്ട കീഴടക്കാൻ വേണ്ടി ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം ഒരുമിച്ച് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് ആ ഇസ്രായേൽ സൈന്യം ജെറീക്കോ കോട്ടയുടെ മുമ്പിൽ ചെന്നു. അങ്ങനെ ജെറീക്കോ കോട്ടയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ
അവർ കാണുന്ന കാഴ്ച എന്താണ്? ജെറിക്കോ കോട്ട, വലിയ മല്ലന്മാരുടെ കോട്ട. ആ കോട്ട കൊത്തറങ്ങൾ അടച്ച് ഭദ്രമാക്കി അവർ ഇരിക്കണു. അതിനുള്ളിൽ ധാരാളം മല്ലന്മാർ, ധാരാളം ആൾക്കാർ. അങ്ങനെ ഈ ദൈവജനം മുഴുവൻ ഭയപ്പെട്ട് കോട്ടയിലേക്ക് നോക്കി പേടിച്ച് നിൽക്കുന്ന സമയത്ത് ജോഷുവ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം ജോഷുവ പ്രവാചന പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ തിരുവചനങ്ങൾ രേഖപ്പെടുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഓരോ വ്യക്തികളും ഈ കോട്ടയിലേക്ക് നോക്കി ഭയപ്പെട്ടിരുന്നപ്പോൾ ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി. പ്രൈസ് ദി ലോർഡ്. ജോഷുവ എങ്ങനെ നോക്കി? കണ്ണുകൾ ഉയർത്തി. അപ്പോൾ ബാക്കിയുള്ള ജനങ്ങൾ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജോഷുവ ചെയ്യുന്ന കാര്യം കോട്ടയിലേക്ക് നോക്കുന്നില്ല, പ്രശ്നത്തിലേക്ക് നോക്കുന്നില്ല, പടയാളികളിലേക്ക് നോക്കുന്നില്ല, ശത്രുക്കളിലേക്ക് നോക്കുന്നില്ല, പീഡകരിലേക്ക് നോക്കുന്നില്ല. ജോഷുവ ചെയ്യുന്ന കാര്യം ഈ കോട്ടയിൽ ഒന്നും നോക്കാതെ, പ്രശ്നത്തിലേക്ക് നോക്കാതെ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ജോഷുവ പ്രവാചകൻ കാണുന്ന കാഴ്ച, ഊരിപ്പിടിച്ച വാളുമായി ജെറിക്കോ കോട്ട തകർക്കാൻ നിൽക്കുന്ന കർത്താവിന്റെ സൈന്യാധിപനെയാണ് ജോഷുവ കണ്ടത്. ഹല്ലേലൂയ. കണ്ണ് താഴ്ത്തി നോക്കിയവൻ എന്ത് കണ്ടു? അവർ കോട്ട കണ്ട് പേടിച്ചു. എന്നാൽ കണ്ണുകൾ ഉയർത്തി നോക്കിയ ജോഷുവ കണ്ടത് തന്നെ സഹായിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സൈന്യാധിപനെയാണ് ജോഷുവ കാണുന്നത്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗപീഠങ്ങൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യം പ്രശ്നങ്ങളിലേക്ക് നോക്കരുത്, വേദനകളിലേക്ക് നോക്കരുത്, രോഗപീഠയിലേക്ക് നോക്കരുത്, തകർച്ചയിലേക്ക് നോക്കരുത്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ആദി കൂടും, നമ്മുടെ മനസ്സിന്റെ വേദന കൂടും, നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ദുഃഖം കനീഭവിക്കും എന്നുള്ളതല്ലാതെ വേറെ യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ദൈവം നോക്കുന്നത് പോലെ ശീലിച്ച ഒരു ദൈവ പൈതൽ ചെയ്യുന്ന കാര്യം കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഈ നാളുകളിൽ സെഹിയോൻ ടീമിലെ അച്ഛന്മാർ ഒരു സ്ഥലത്ത് ഒരു ഇടവകയിൽ ധ്യാനം നടത്തുമ്പോൾ ആ ധ്യാനത്തിൽ ഒരു സഹോദരൻ വന്നപ്പോൾ സങ്കടം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ നാളുകളിൽ പേപ്പറിൽ ഒരു വിജിലൻസ് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞൊരു സാക്ഷിയാണ് അച്ഛനോട് പറയണത്. അദ്ദേഹം ധ്യാനിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ നൊമ്പരപ്പെട്ട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. അദ്ദേഹം മുൻ സർക്കാരായിരുന്ന കാലത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടു. അദ്ദേഹം സത്യം നീതിമാന വ്യക്തിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു വിജിലൻസ് കേസ് ആ കമ്പനിയെ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്താക്കിയിട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വിജിലൻസ് കേസ് അകപ്പെട്ട് ശിക്ഷ ഉറപ്പായ സാഹചര്യത്തിൽ ഇദ്ദേഹം ധ്യാനത്തെ സംബന്ധിക്കാൻ വന്നു. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് തരത്തിലുള്ള അനർത്ഥമാണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, ദിവ്യകാരുണ്യത്തിലേക്ക് മനസ്സുയർത്തി സഹോദരൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. സ്വരമെടുത്തി ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രൂപതയിൽ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ഈ ദേവദാസൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഭാര്യയെയും 2 മക്കളെയും കൂട്ടിക്കൊണ്ട് മിക്ക ദിവസങ്ങളിലും ഈ നിത്യാരാധന ചാപ്പലിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. പ്രശ്നങ്ങൾ നോക്കി ഭയപ്പെടുന്നില്ല, വേറെ രാഷ്ട്രീയക്കാരെ കാണാൻ പോയില്ല, ഒന്നും ചെയ്യാൻ പോയില്ല. അദ്ദേഹം കണ്ണുനീരോടെ ദിവ്യകാരുണ്യ നാഥനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് അദ്ദേഹം ഒരു ധ്യാനത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം പോയി ധ്യാനിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളുകളിൽ പേപ്പറിൽ വാർത്ത വന്നു, അദ്ദേഹത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് രാജാക്കന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് ചെയ്തൊരു കാര്യം. ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിന് നേരെ അസീറിയ രാജാവ് ധാരാളം ആക്രമിക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് വരികയാണ്. ഉടനെ ഹെസക്കിയ ചെയ്യുന്ന കാര്യം എന്നറിയുമോ? ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ഇതാണ്: അസീറിയ രാജാവിന്റെ വായിൽ കൊളുത്തും മൂക്കിൽ കടിഞ്ഞാനും ഇട്ട് വന്ന വഴിക്ക് ഞാൻ അവനെ തിരിച്ചുവിടും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തോന്നുന്നു ഹല്ലേലൂയ. അപ്പൊ നിന്റെ ജീവിതത്തിന് നേരെ ഒരു പ്രശ്നം വരുമ്പോൾ, നിന്റെ ജീവിതത്തിന് തകർച്ച വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ ഒരു കഠിനമായ പീഡയുണ്ടാകുമ്പോൾ ചെയ്യുന്ന കാര്യം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കരങ്ങളും കണ്ണുകളും മനസ്സും ഹൃദയം ഉയർത്തി പ്രാർത്ഥിച്ചാൽ നിനക്കെതിരെ വരുന്ന ഏത് അനർത്ഥമായാലും അതിന്റെ വായിൽ കടിഞ്ഞാണും മൂക്കിൽ കൊളുത്ത് വിട്ട് വന്ന വഴിക്ക് ദൈവം അതിനെ തിരിച്ചു വിടും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ഇരു കാര്യങ്ങളും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരി വേട്ടപ്പെടുന്ന ദൈവത്തിന്റെ കരം കാണാൻ തക്ക വിധം, ദൈവത്തിന്റെ കണ്ണ് കാണാൻ തക്ക വിധം, ദൈവത്തിന്റെ മനസ്സ് കാണാൻ തക്ക വിധം കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല 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 ഹല. റിയ റിയ റിയ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കൃപകൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണെടുക്കാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ നോക്കാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് എങ്ങനെ നോക്കണം? കണ്ണുകൾ ഉയർത്തി ദൈവത്തെ നോക്കാൻ പഠിക്കണം. എന്താണോ കണ്ണുകൾ ഉയർത്തി നോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെ നിന്നെങ്കിലും കണ്ണെടുക്കാതെ എങ്ങോട്ടെങ്കിലും നോക്കാൻ പറ്റുമോ? ഇല്ല. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്ത്, ലാസറുടെ കുഴിമാടത്തെങ്കിൽ നിന്ന് കണ്ണെടുത്ത് കർത്താവെങ്കിലേക്ക്, പിതാവായ ദൈവത്തിലേക്ക് യേശു നോക്കിയതുപോലെ കണ്ണുകൾ ഉയർത്തി നോക്കാൻ ജീവിതത്തെ പരിശീലിക്കുമ്പോൾ എങ്ങനെ ഉയർന്ന് ചിന്തിക്കുന്നോ അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കും. നീ കാണുന്നത് പോലെ, നീ പ്രതീക്ഷിക്കുന്നത് പോലെ, അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഖ്യയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ വചനങ്ങളിൽ ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്. കാലബ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഒരുമിച്ച് കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോവാണ്. നമ്മൾ കണ്ടത് ജെറിക്കോ കോട്ട ഉറ്റുനോക്കാൻ പോകുന്ന രംഗമാണ്. ഇത് കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോവാണ്. അങ്ങനെ കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോകുമ്പോൾ കാനാൻ ദേശത്ത് ചെന്ന് ഈ കാലബിന്റെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നല്ല ദേശം, തേനും പാലും ഒഴുകുന്ന ദേശം, മനോഹരമായ ദേശം, എല്ലാം ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടുത്തെ ദേശത്തെ ആൾക്കാർ മല്ലന്മാരാണ്. അവരെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല, അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ അവർ ഭയപ്പെട്ടു. എന്നാൽ കാലബ് മാത്രം അങ്ങനെ കണ്ടില്ല. കാലബ് നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന ദൈവത്തെയാണ് കാലബ് കാണുന്നത്. അങ്ങനെ അവർ തിരിച്ചു വരികയാണ്. ഒറ്റ നോക്കാൻ പോയവർ തിരിച്ചു വന്ന് 14-ാമത്തെ അധ്യായത്തിൽ, സംഖ്യയുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ്. കാലബിനും ഒപ്പം ഉണ്ടായിരുന്ന സകല ആൾക്കാരും റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് ഇങ്ങനെയാണ് കൊടുത്തത്: ദേശം നല്ലതാണ്. അവരെങ്ങനെ കണ്ടോ അതുപോലെ റിപ്പോർട്ട് ചെയ്തു. ദേശം നല്ലതാണ്, തേനും പാലും ഒഴുകുന്നതാണ്, ഫലഭൂഷ്ടിയുള്ള ദേശമാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരായതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ, അവരെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഉടനെ കാലബ് ചെയ്ത കാര്യം, നിർത്ത്. കാലബ് പറഞ്ഞു, നിങ്ങൾ നിർത്ത്. എന്നിട്ട് കാലബ് പറഞ്ഞു, അങ്ങനെയല്ല കാണേണ്ടത്. ഈ ജനങ്ങളെ, ഈ ശത്രുക്കളെ, ഈ പ്രശ്നത്തെ ദൈവം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തരുമെന്ന് കാലബ് പറഞ്ഞു. ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത് എങ്ങനെയാണെന്നറിയാവോ? അങ്ങനെ കണ്ട, ഉയർന്ന് ചിന്തിച്ച, ഉയർന്ന് നോക്കിയ കാലബിനെ മാത്രം ദൈവം കാനാൻ ദേശത്ത് പ്രവേശിച്ചു. ബാക്കി ഒരെണ്ണത്തെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചില്ല. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തെറ്റായ റിപ്പോർട്ട് നൽകിയ ഒരാളെ പോലും ദൈവം കാനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചില്ല. എന്നിട്ട് ദൈവവചനം അവിടെ എങ്ങനെ രേഖപ്പെടുന്ന അറിയാവോ? ദൈവവചനം ഇങ്ങനെയാണ് രേഖപ്പെടുന്നത്: കാലബ് അവനെന്റെ പ്രിയപുത്രൻ, അവനെ ഞാൻ കാനാൻ ദേശത്ത് പ്രവേശിക്കും. കാരണം അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അവനെ നയിച്ച ചൈതന്യം, അവൻ കണ്ട കാഴ്ചകൾ മറ്റുള്ള ആൾക്കാർ കണ്ട പോലെയല്ല. അവൻ ഉയർന്ന് കണ്ടു, ഉയർന്ന് ചിന്തിച്ചു, ഉയർന്ന് പ്രത്യാശിച്ചു. ആ പ്രത്യാശിച്ചതുപോലെ അവന്റെ ജീവിതത്തിൽ ലഭിച്ചു. അതാണ് യോഹന്നാൻ 11:40. നീ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതാണ് ഒരുപടി ഏത് അനർത്ഥം വന്നാലും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അച്ഛൻ ഈ അടുത്ത നാളുകളിൽ ചങ്ങനാശ്ശേരി ആ ഭാഗത്തിൽ ഒരു ധ്യാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരന്മാരെ കാര്യം ഓർക്കാണ്. അവിടെ പണ്ട് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ കുറിച്ച് സംഭവമാണ് പറഞ്ഞത്. അങ്ങനെ ഉരുൾപൊട്ടലുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു മലയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉരുൾപൊട്ട് ഒഴുകി ധാരാളം ആൾക്കാർ മരിച്ചു. എന്നിട്ട് ആൾക്കാരെ മുഴുവൻ മാറ്റി പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ മാറ്റിപ്പാർപ്പിക്കാൻ ആരംഭിച്ചു, വൈകുന്നേരമായി, എന്നിട്ടും കാര്യങ്ങൾ പൂർണ്ണമായിട്ടില്ല. തുടർന്ന് ശരിക്കും ഇനി അടുത്ത ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് ഒരു വാർത്ത കേട്ടു. അങ്ങനെ അടുത്ത ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് പല സ്ഥലങ്ങളെയും മാറ്റി പാർപ്പിക്കാനായിട്ട് അവിടുത്തെ KCBI പ്രവർത്തകരും അവിടുത്തെ ഡയറക്ടർ അച്ഛനും കൂടി പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണ്. അങ്ങനെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത ഉരുൾപൊട്ടലിന്റെ സ്വരം കേട്ടു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്ന് ഭയങ്കരമായ ഒരു പ്രകമ്പനം, ഒരു സ്വരം കേൾക്കുക. അതിന് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ലാവയെല്ലാം കൂടെ പുറത്തേക്ക് വരണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത ഉരുൾപൊട്ടൽ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ പേടിച്ചോടുകയാണ്. പല സ്ഥലങ്ങളിലേക്ക് പേടിച്ചോടുകയാണ്. എന്നാൽ കുഞ്ഞുങ്ങളുള്ളവർ, സ്ത്രീകൾ, അവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ഈ അച്ഛൻ ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? ഈ അച്ഛൻ കണ്ട കൂട്ടത്തിലുള്ള 10 KCBI പ്രവർത്തനം കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഉരുൾപൊട്ടലിന്റെ ആ സ്വരം കേട്ട ആ മലയുടെ താഴ്വാരത്തിൽ പോയി മുട്ടുകൊത്തി കരങ്ങൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവായ ദൈവമേ, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി ഇവിടുത്തെ ജനം നശിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി, കണ്ണുകൾ ഉയർത്തി, മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം പേപ്പറിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. വാർത്ത എന്തായിരുന്നോ? വാർത്ത ഉരുൾപൊട്ടൽ ഉണ്ടായി, അതിനുശേഷം ഒരു ഭൂമിക്കടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം അത് വേറൊരു ഭാഗത്തേക്ക് ദിശ മാറി ഒഴുകി ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് താഴ്ന്നു പോയി എന്ന് പിറ്റേ ദിവസത്തെ പേപ്പറിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു തരത്തിലുള്ള അനർത്ഥയും തകർച്ചയും വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കാര്യം വിശ്വാസത്തോടെ കണ്ണുകളും കരങ്ങളും ഉയർത്തി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ദൈവത്തെ അപ്പാ അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആബാ പിതാവ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കും. എല്ലാ തരത്തിലുള്ള തകർച്ചയിൽ നിന്നും യേശു വിടുതൽ നൽകുന്ന ദൈവമാണ്. തുറന്ന സമയത്ത് പ്രത്യേകമായിട്ട് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇരു കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഇരു കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഇരു കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമാണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്? കടബാധ്യതയാണെങ്കിൽ കടബാധ്യതയിൽ നിന്ന് കണ്ണുകൾ എടുക്കട്ടെ. രോഗമാണെങ്കിൽ രോഗത്തിൽ നിന്ന് കണ്ണുകൾ എടുക്കട്ടെ. മക്കളെ കുറിച്ചുള്ള വേദനയാണെങ്കിൽ അവിടെ നിന്ന് കണ്ണുകൾ എടുക്കട്ടെ. രോഗപീഠയാണെങ്കിൽ അതിൽ നിന്ന് കണ്ണുകൾ എടുക്കട്ടെ. തകർച്ചയാണെങ്കിൽ അതിൽ നിന്ന് കണ്ണുകൾ എടുക്കട്ടെ. മദ്യപാനത്തിന്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിൽ നിന്ന് കണ്ണുകൾ എടുക്കട്ടെ. എല്ലാത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി, എല്ലാത്തിൽ നിന്ന് കണ്ണുകൾ എടുത്ത് ദൈവ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി, ഒപ്പം ഹൃദയം തുറന്ന്, അധരവും ഹൃദയം തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സ്വരം ഉയരട്ടെ, മനസ്സ് തുറക്കട്ടെ, അതിരം തുറക്കട്ടെ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രശ്നത്തിന്റെ കെട്ടുകളിൽ നിന്ന് കണ്ണുകളെടുത്ത് യേശുവിലേക്ക് നോക്കി വിളിക്കട്ടെ. സങ്കീർത്തനം 25:15 എന്റെ കണ്ണുകൾ സദാ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മിക്ക 7:7 എന്റെ കണ്ണുകൾ സദാ ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കെട്ടുകൾ അടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രശ്നത്തിന്റെ കെട്ടുകൾ, രോഗപീഠയുടെ കെട്ടുകൾ, തകർച്ചയുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഈ സമൂഹം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠയുടെ കെട്ടുകളിൽ നിന്ന് കണ്ണെടുത്ത് യേശുവിലേക്ക് വിളിക്കട്ടെ. പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് കണ്ണെടുത്ത് യേശുവിലേക്ക് കണ്ണുകൾ ഉയർത്തി വിളിക്കട്ടെ. കരബാധ്യന്ന് കണ്ണെടുത്ത് യേശുവേന്ന് വിളിക്കട്ടെ. കുടുംബത്തിലുള്ള വ്യക്തികളെ കുറിച്ച് ആകുലിൽ നിന്ന് കണ്ണെടുത്ത് യേശുവിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കാര്യങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കാം. മറവിങ്കൽ സർവശക്തന്റെ നിഴലിൽ ഞാൻ നിർഭയനായി പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൽ പാടും ഞാൻ നിർഭയനായി പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. കഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. ആപത്തുകൾ രോഗങ്ങളും കഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാനഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാനഫലം
തന്നെ അനുഭവിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് ഞാനും എൻ കുടുംബവും യേശുവെ ആരാധിക്കും. ഞാനും കുടുംബവും യേശുവിനെ ആരാധിക്കും. വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിങ്കൽ ഞാൻ നിർഭയനായി പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. എല്ലാ രോഗപീഠങ്ങളും വിട്ടു പോകട്ടെ. ക്രിസ്തുവിന്റെ കട്ടുകൾ അഴിയട്ടെ. യാത്രകളിൽ കാവലുണ്ട്, ആളും സഹായം കരുതിയിട്ടുണ്ട്. യാത്രകളിൽ കാവലുണ്ട്, ആളും സഹായം കരുതിയിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യവും ദൈവം എനിക്ക് തരും. രണ്ട് സൈഡിൽ കരടിച്ച് പോകുന്നത് മുഖത്ത് നോക്കി, ആരോഗ്യവും അടുത്തേക്ക് നാട്ടിൽ പോകുന്നത് നോക്കി സന്തോഷത്തോടെ ദൂതന്മാരുള്ളത് പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇതിൽ പരഭാഗ്യമുണ്ടോ. ദൂതന്മാരുള്ളത് പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇതിൽ പരഭാഗ്യമുണ്ടോ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിങ്കൽ പാടും ഞാൻ നിർഭയനായി പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ഹല്ലേലൂയ 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 എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ചേർന്ന് യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. റിയ 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 ഹല 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 ഹല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന് പേരിൽ ഒത്തിരി വിഷമം അനുഭവിക്കുന്ന 5 കുടുംബങ്ങളിൽ നിന്ന് ഈശോ വിടുതൽ തന്നെ അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. പുതിയ വഴികൾ ദൈവം തുറക്കുന്നതായി കാണിക്കുന്നു. ഉദര പീഡകൾ നിമിത്തം ഒത്തിരി വിഷമം അനുഭവിക്കുന്ന, വയറ്റിൽ അൾസറും വയറ്റുവേദനയും, ഭക്ഷണം കഴിച്ചാൽ വയറ്റിൽ പിടിക്കാതെ ഇരിക്കുന്ന നിമിത്തം ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഈ സമൂഹത്തിലുള്ള 14 വ്യക്തികളുടെ ഉദര പീഡകൾ യേശു സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കൺവെൻഷന് വരുമ്പോൾ കരമുയർത്തുവാൻ കഴിയാതിരുന്ന 9 പേർക്ക് കരമുയർത്തി ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ കൊടുത്ത് ഈ സമയം പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നതായി കാണിക്കുന്നു. മകന്റെ ജോലി തടസ്സം വേണ്ടി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച 2 വ്യക്തികളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. വർഷങ്ങളായി വിവാഹ തടസ്സം അനുഭവപ്പെട്ടിരുന്ന 9 പേരുടെ വിവാഹ തടസ്സം മാറ്റി ഈശോ അനുഗ്രഹിക്കുന്നതായി കാണിക്കുന്നു. മക്കളില്ലാതിരുന്ന 6 വർഷമായി മക്കളില്ലാതിരുന്ന ഒരു കുടുംബത്തിന് ഒരു കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായി ഹാർട്ട് സംബന്ധമായ രോഗത്തിന്റെ പിടിയിൽ നിന്ന് ഒരു വ്യക്തിയെ കർത്താവ് മോചനം നൽകി സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. കൈകാലുകൾ തരിച്ചു പോകുകയും മരവിക്കുകയും ചെയ്യുന്ന
ഒരു മകളുടെ ആ രോഗത്തിൽ ഈശോ കടന്നു വരുന്നു, അത്ഭുത സൗഖ്യം കൊടുക്കുന്നതായി കാണിക്കുന്നു. പല ബിസിനസ്സുകളും നടത്തിയിട്ട് തകർന്നു പോയ ഒരു വ്യക്തി അതിന്റെ വിജയത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്ന് നേർച്ച പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ഈശോ കേട്ട ബിസിനസ്സിന് ആശീർവാദത്തിന് കരം നീട്ടുന്നതായി കാണിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സകല പ്രത്യാശം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉറക്കെ 2 തവണ പറയട്ടെ. യേശുവേ സ്തോത്രം. ഉറക്കെ പറ. ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവമക്കളുടെ ജീവിതത്തിലുണ്ടായ ദൈവിക ഇടപെടലിൻ്റെ അത്ഭുതകരമായ വഴികളെ ഇപ്പോൾ ഒന്ന് അറിയുന്നത് നല്ലതാണ്. അവർ തന്നെ അവരുടെ അനുഭവത്തിൽ നിന്ന് അത് നേരിട്ട് വെളിപ്പെടുത്തുന്ന നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എൻ്റെ പേര് ജെറി. ഞാൻ ഒലവക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു. പാലക്കാട് ജില്ലയിലുള്ള ഒലവക്കോട് ഇടവകയിൽ നിന്ന് ജെറി കുടുംബം എത്തിയിരിക്കുന്നു. ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു ടൗണിൽ. അപ്പോൾ അതിന് 4 ലാഖാണ് അതിന് അഡ്വാൻസായി കൊടുത്തത്. പക്ഷേ അഡ്വാൻസ് കൊടുത്തിട്ട് ഏകദേശം ഒരു 3 മാസം ആകുമ്പോഴേക്കും ആൾ സൂസൈഡ് ചെയ്തു. പിന്നെ ഒരു കാരണവശാലും ആ കാശ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കസിൻ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ധ്യാനം കൂടണം, നീ ഒന്ന് പോയി ധ്യാനം കൂടുക പറഞ്ഞു. അപ്പോൾ ഞാനും ഭാര്യയായിട്ട് വന്നു, ധ്യാനം കൂടി. അപ്പോൾ കൂടിയ സമയത്ത് കാലിൽ ചെറിയൊരു പഴുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ സൗഖ്യം കിട്ടി. ഇവിടെ വെച്ചിട്ടാണ് ധ്യാനം കൂടിയത്. ഏപ്രിൽ 13 അട്ടപ്പാടി ഏപ്രിൽ 13 മുതലുള്ള ധ്യാനം കൂടി. 2008 2007 ഇപ്പോൾ 2008 ഈ വർഷം. അപ്പോൾ കാലിലിങ്ങനെ ഒരു സൗഖ്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ദൈവത്തിന് സ്വസ്ത്രം, യേശുവെ നന്ദി. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കൗൺസിലിംഗ് നടത്തി. കൗൺസിലർ പറഞ്ഞിരുന്നു പുറപ്പാട് 14:14 നമുക്ക് കിട്ടിയ വാചകം. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി പറഞ്ഞു. യേശു നിങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊള്ളും, നിങ്ങൾ ശാന്തനായി ഇരുന്നാൽ മതി എന്നായിരുന്നു വചനം. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ സ്ഥലത്തിനെ കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ മെയ് 23 അതിൻ്റെ കാലം കഴിയുന്നത് അഗ്രിമെൻറ്റിൻ്റെ. 4 ലക്ഷം പോയി തന്നെ ഞങ്ങൾ വിചാരിച്ചത്. എന്തെന്ന് വെച്ചാൽ അവരുടെ വൈഫ് ഒന്നും ഞങ്ങൾക്ക് ആ സ്ഥലം തരാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങൾ വേറൊരാൾ അത് മേടിച്ചിട്ട് ഞങ്ങൾ കൊടുത്ത അഡ്വാൻസ് ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു കിട്ടി. മുഴുവൻ പൈസയും തിരിച്ചു കൊടുത്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ ദൈവത്തിലേക്ക് നോക്കി. അവർ പ്രാർത്ഥിച്ചു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതികൊള്ളും. ഈ സന്ദേശമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഇവർക്ക് കർത്താവ് കൊടുത്തത്. അതുപ്രകാരം ഇവർ ദൈവത്തെ നോക്കിയിരുന്നു. ഇവർ വേറെ നിയമത്തിന് കേസിനൊന്നും പോയില്ല. അപ്പോൾ ദൈവം ഇവർക്ക് വേണ്ടി പൊരുതി അവരുടെ പൈസ മുഴുവനും മേടിച്ച് ഇവർക്ക് കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. നന്നായിട്ട് കരങ്ങളടിച്ച് ഇടത്തോടും വലത്തോടും നന്നായിട്ട് നനങ്ങി കർത്താവിനൊക്കെ സൈന്യബലത്താലല്ല കരബലത്താലുമല്ല ആത്മാവിനാലാണ് ആത്മാവിനാലാണ് സൈന്യബലത്താലല്ല ആവർത്തിച്ച് ഉറക്കെ പാടുന്നു. കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഇന്ന് വരെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഒരു സ്റ്റേജ് കയറിയിട്ടില്ല. എങ്കിൽ കൂടി 89 തുടങ്ങി ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ടും വിവിധ തലങ്ങളിൽ വിവിധ ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഇന്ന് വരെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകന് അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്.
കഴിഞ്ഞ നവംബറിൽ ആദ്യമായിട്ട് ഞാനിവിടെ ധ്യാനത്തിന് വന്നു സെക്കൻഡിൽ. അതിനുശേഷം അന്ന് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, എല്ലാ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ശുശ്രൂഷയുണ്ട്, ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, അനുഗ്രഹപ്രദമായിരിക്കും വരികയാണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ജനുവരി ഫസ്റ്റിൽ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്നു. അതിന് ശേഷം ഫെബ്രുവരിയിൽ ഞാനും ഭാര്യയും കൂടെ വീണ്ടും വന്നു. മാർച്ചിൽ ഞാനും ഭാര്യയും എൻ്റെ മോനും കൂടെ ഇവിടെ വന്നു. അവന് കോഴിക്കോട് EMA ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവന് 5-8 മാസം മുമ്പ് ഗൾഫിന് ദുബായി പോയി. അവനൊരു ഇൻ്റർവ്യൂവിൽ വിസിറ്റിംഗ് വിസയിൽ പോയതാണ്. അവിടുന്ന് ഒരു ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ട് പോരുകയായിരുന്നു. അവിടുന്ന് വീണ്ടും പിന്നെ മാർച്ചിൽ ഞങ്ങളോടൊപ്പം ഈ ആദ്യ വെള്ളിയാഴ്ചത്തെ ഇതിൽ കൂടി ഇവിടെ നേരെ അവൻ തിരിച്ചു പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഏപ്രിലിൽ 12-ാം തീയതി വൈകുന്നേരം രാത്രി 10:30 ഞാൻ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ എറണാകുളത്താണ്, എന്താ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, വെള്ളിയാഴ്ച വൈകുന്നേരം ഫാഴ്ചയിൽ അവന് വിസയും ടിക്കറ്റും കൂടെ വന്നിട്ടുണ്ട്, ഇവിടെ സൗദിയിലാണ്, പെപ്സി കമ്പനിയിലാണെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഫെബ്രുവരിയിൽ മാർച്ച് വെള്ളിയാഴ്ച ഇവിടുന്ന് ആരാധനാ സമയത്ത് ഇവിടുന്ന് സന്ദേശം വിളിച്ച് പറഞ്ഞായിരുന്നു, 2 പേരുടെ വിദേശ ജോലിക്കുള്ള തടസ്സങ്ങൾ നീങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചും പറഞ്ഞിരുന്നു. ഇതിന് ആസ്പദമാക്കി അവൻ എന്നോട് അപ്പലേ വിളിച്ച് പറഞ്ഞു, ഞാനിപ്പോൾ എറണാകുളത്താണ്, നാളെ കഴിഞ്ഞ് രാവിലെ 10:30 ഫ്ലൈറ്റിന് ഞാൻ പോകുമെന്നും പറഞ്ഞു. ഇത് സെക്യൂരിറ്റി സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞു. അതിന് പ്രകാരം ഞാനിവിടെ ഒന്ന് സാക്ഷ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 14-ാം തീയതി തുടങ്ങി എൻ്റെ വീട്ടിൽ ചില ബന്ധനങ്ങൾ, പ്രശ്നങ്ങൾ, ആത്മീയ ശൈലികൾ പറഞ്ഞ ബന്ധനങ്ങൾ, കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫെബ്രുവരി 14-ാം തീയതിയോടുകൂടി പൂർണ്ണമായിട്ട് അഴിയുകയും ഈ മെയ് 20-ാം തീയതിയോടുകൂടി എന്നിൽ നഷ്ടപ്പെട്ടിരുന്ന ദൈവിക സത്ത അതിൻ്റെ ശക്തിയോടുകൂടി പുനഃസ്ഥാപിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു, ഞാൻ അനുഭവിക്കുകയും ചെയ്തു. അതും കൂടെ ഈ നിമിഷം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ തൊട്ടടുത്ത ആളുടെ തോളിലൊക്കെ കരങ്ങളിട്ട് ഇടത്തോട്ട് വലത് നന്നായിട്ട് അനങ്ങി ഉറക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ വീട് തൃശ്ശൂരാണ്, കണ്ണാറ ഇടവക. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവൻ പഠിച്ച് മിടുക്കനായി, ഇത് BSc നഴ്സിംഗ് ലാസ്റ്റ് ഇയറാണ്. 2ാമത്തെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവൻ ചെറുപ്പത്തിൽ വളരെ മിടുക്കനായിരുന്നു. ഞങ്ങളെല്ലാം പറയും അവൻ വലുതാവുമ്പോൾ ഒരു വൈദികനാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അവനും പറയുമായിരുന്നു. പക്ഷേ വലുതായപ്പോൾ അവൻ്റെ സ്വഭാവത്തിനെല്ലാം വളരെ വ്യത്യാസമായി. 10ാം ക്ലാസ് വരെ സ്കൂളിൽ ഫസ്റ്റായി പഠിച്ചിരുന്നവനാണ്. 10ൽ വന്നപ്പോൾ തോറ്റു പഠിക്കാൻ തുടങ്ങി. 10ലും 11ലും 12ലും അവൻ തോറ്റു പഠിച്ചു. മാത്രമല്ല അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. അവന് പ്രാർത്ഥനയില്ല, നമസ്കാരമില്ല, കൊന്തയില്ല, ഒന്നുമില്ല. ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പോലും അവന് മടിയായിപ്പോയി. പള്ളിയിൽ പോകാതെ അവൻ പോയെന്ന് എന്നോട് നുണ പറയും. ഞാൻ അപ്പോൾ ഒന്നും പറയാറില്ല, എല്ലാം യേശുവിൽ സമർപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് മാറാത്ത പനിയും തലവേദനയും വന്നു. ഒടുവിൽ അവൻ തലകറങ്ങി വീണു, തലയെല്ലാം അവൻ്റെ പൊളിഞ്ഞു. അപ്പോൾ ഞാൻ ശൈവനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ അവനെ കഴുകണമേ, തിരകത്താൽ അവനെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞാൻ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം, അവൻ സുഖം പ്രാപിക്കുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞാളാം എന്ന് യേശുവിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവന് സുഖം പ്രാപിച്ചു. ഈ 7 മാസത്തിനുള്ളിൽ അവൻ എറണാകുളത്ത് 6 മാസത്തെ ഒരു കോഴ്സ് പാസ്സായി. അവൻ ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ചെറിയ ജോലിയുമായി അവൻ മദ്രാസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ കൂടുതൽ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കുണ്ടോ കുറച്ച് പ്രാർത്ഥന പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിയോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ സ്വഭാവം നഷ്ടപ്പെട്ട് ആത്മാവ് നഷ്ടപ്പെട്ട് ജീവിതം ഇങ്ങനെ ഒരു തൊലഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിൽ ഈ അപ്പന മോന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച്, എന്തായാലും പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഒരു പ്രാർത്ഥനയും കാലഹരണപ്പെടുന്നില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഏതെങ്കിലും ഇത് നന്മയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്.
ആ വ്യക്തിയുടെ മാനസാന്തരത്തിനും ആ വ്യക്തിയുടെ തിരിച്ചുവരവിനും ദൈവം ഇടവരുത്തി. എന്തായാലും ശരിയായി. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കാര്യങ്ങൾ ഉയർത്തി അടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. സൈന്യബലത്താലല്ല എന്റെ ആത്മാവിനാലാണ്. ഉറക്കെ ഉറക്കെ ആവർത്തിച്ച് എന്റെ ആത്മാവിനാലാണ്